നമ്മുടെ പ്രിയപ്പെട്ട ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ പേഴ്സണലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടാവുകയാണ്. പരിശുദ്ധ അമ്മ കയ്യിൽ കുഞ്ഞുണ്ണീശോ, പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുണ്ണീശോയെ ഫൗസ്റ്റീനാമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഫൗസ്റ്റീനാമ്മ മേടിക്കുന്നു. ഇങ്ങനെ ഒരു ദർശനം കാണുകയാണ്. അങ്ങനെ പിന്നെ ഈശോയെ കൈ കിട്ടിയപ്പോൾ അടുത്ത് യോസേപ്പ് പിതാവൊക്കെ ഉണ്ട്. ഈശോയെ ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയൊക്കെ പതുക്കെ അങ്ങ് അപ്രത്യക്ഷരായി. ഉണ്ണീശോ മാത്രം ഇങ്ങനെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറയുന്നതായിട്ട് ഇങ്ങനെ ഫൗസ്റ്റീനാമ്മയ്ക്ക് വലിയൊരു ദർശനം കിട്ടുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. 608, 609, 610 ഈ 3 പാരഗ്രാഫുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. 3 ലിഖിതങ്ങളൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഫൗസ്റ്റീനാമ്മ കയ്യിലിരിക്കുന്ന ഉണ്ണീശോട് ഇങ്ങനെ പറയാണ്, ഈശോയെ നീ ഒരു കുഞ്ഞുവാവയാണെങ്കിലും നീ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമാണെന്ന് എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു എന്നല്ലേ. ഈശോയെ അത്ര അടുത്ത് സ്നേഹത്തോടെ കാണാൻ പറ്റും. നമ്മൾ നാളെ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ആവിലായിലെ അമ്മ തെരേസയെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ തെരേസയുടെ ഈശോയാണ്, ഞാൻ ഈശോയുടെ തെരേസയാണെന്നൊക്കെ പറഞ്ഞൊരു കുഞ്ഞു വീഡിയോ നമ്മൾ ചെയ്തില്ലേ? ഫൗസ്റ്റീനാമ്മയ്ക്ക് ഇതുപോലെ തന്നെ ഒരു സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ്. കുഞ്ഞുണ്ണീശോയെ ഇങ്ങനെ കയ്യിൽ കിട്ടുന്ന ഒരു ദർശനം കിട്ടുക. അപ്പോൾ പറയാം, നീ ഒരു കുഞ്ഞുവാവയൊക്കെ ആണെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ ദൈവമൊക്കെയാണ് എന്ന് എനിക്കറിയാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ വിശുദ്ധ കുർബാനയാണെന്ന് ചാപ്പൽ വിശുദ്ധ കുർബാന നടക്കുന്നു. അപ്പോൾ ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ ദർശനം കാണുകയാണ്. അത്രയും നേരം അടുത്തുണ്ടായിരുന്ന കുഞ്ഞുണ്ണീശോയെ പിന്നെ കാണുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥനയുടെ സമയത്ത് ഫൗസ്റ്റീനാമ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ്, നിൻ്റെ കയ്യിലിരുന്ന ഞാൻ തന്നെയാണ് ഇപ്പം നിൻ്റെ ഉള്ളിലേക്ക് വന്നത്, നിൻ്റെ കയ്യിലിരുന്ന ഞാൻ തന്നെയാണ് ഇപ്പം നിൻ്റെ ഉള്ളിലേക്ക് വിശുദ്ധ കുർബാനയായിട്ട് വന്നതെന്ന്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ നമ്മുടെ സങ്കടങ്ങളോ നമ്മുടെ വേദനകളോ എന്തെങ്കിലും ആവട്ടെ, ഇപ്പം നമ്മുടെ സന്തോഷങ്ങൾ പറയാനോ ഒക്കെ നമ്മളൊരു ചാപ്പലിൽ പോയിരിക്കുന്നു, നമ്മളൊരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുന്നു. ശരിക്കും ഫൗസ്റ്റീനാമ്മയ്ക്കൊക്കെ ഉണ്ടായ പോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവണത് കണ്ണടച്ചിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചോണം. ഇല്ലെങ്കിൽ കണ്ണ് തുറക്കാണ് ആരാധന നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചോണം. വിശുദ്ധ കുർബാനയൊക്കെ ഒരു അശ്രദ്ധ പോലും ഉണ്ടാവാതെ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയോഗങ്ങൾ വരെ മറന്നു കളഞ്ഞ് ഒറ്റ കാര്യം ഈശോയെ കാണണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ആത്മാവിൽ ഒരു പവർ കയറും, വലിയൊരു ശക്തി കയറും. കാരണം എന്നാ, നമ്മൾ ഈശോയെ തന്നെ കാണുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോ നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങി വരുവാണ് ഓരോ വിശുദ്ധ കുർബാനയുടെ സമയത്തും. ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 610 പാരഗ്രാഫ് നന്നായിട്ടൊന്ന് എടുത്ത് വായിക്കണം. അവിടെ ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ പറയുന്നൊരു വലിയ കാര്യമുണ്ട്. ഞാനിങ്ങനെ ഈശോയുമായിട്ട് സംസാരിക്കുമ്പോൾ ഓരോ തവണ ഈശോയെ കാണുമ്പോഴും, അതിപ്പോൾ ആരാധനയിലായിരിക്കാം, വിശുദ്ധ കുർബാനയിലായിരിക്കാം, ഞാൻ ഓരോ തവണ ഈശോയെ കാണുമ്പോഴും എൻ്റെ ആത്മാവിൽ ചിന്തിക്കാൻ പറ്റാത്ത അതിമാനുഷികമായ ഒരു ശക്തി നിറയാണ്, ഒരു എന്താ പറയുക, ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിറയാണ് ഓരോ തവണ ഈശോയെ കാണുമ്പോഴും. വിശുദ്ധ കുർബാനയിലാവട്ടെ, ആരാധനയിലാവട്ടെ. അടുത്തൊരു കാര്യം ഇതാ, എൻ്റെ ആത്മാവിൽ വല്ലാത്തൊരു സമാധാനം, ഒരു പ്രശാന്തത, ടെൻഷനൊക്കെ അങ്ങ് മാറുകയാണ്, ഭയങ്കര റിലീവായിട്ട് ശാന്തമാവുകയാണ്. ഇതൊക്കെ നമ്മളും ആഗ്രഹിക്കുന്ന വലിയ കാര്യമല്ലേ? ദൈവമേ, തളർന്നിരിക്കുകയാണ്, എന്നെ ചെയ്യേണ്ട, സഹായിക്കാൻ ആരുമില്ല, എൻ്റെ മനസ്സിൽ മുഴുവൻ ടെൻഷൻ, ആകുലത, ഉറക്കമൊന്നും കിട്ടുന്നില്ല. ഫൗസ്റ്റീനാമ്മ പറഞ്ഞു തരുന്ന ഒരു കുഞ്ഞു കാര്യമാണ്, ഈശോയോട് സംസാരിക്കുക. അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സമയം എപ്പോഴാണ്? ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, വചനം വായിക്കുന്ന സമയത്ത്, വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈശോയെ കാണാൻ പറ്റുമല്ലേ? ആ വിശുദ്ധ കുർബാനയിൽ വേണം നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കാൻ, നമ്മുടെ മനസ്സ് സമാധാനം കൊണ്ട്, പ്രശാന്തത കൊണ്ട് നിറയാൻ. ഫൗസ്റ്റീനാമ്മ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഈ 610 പാരഗ്രാഫിൽ തന്നെ. എനിക്ക് പിന്നെ ഒന്നിനെയും പേടിയില്ലാണ്ടായി, എല്ലാത്തിനെ കുറിച്ചുള്ള ഭയം അങ്ങ് മാറുകയാണ്. കിട്ടുന്നുണ്ടോ? ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 അനുഗ്രഹമാണ്. ഒന്ന്, നമ്മുടെ മനസ്സിൽ ആത്മാവിൽ വലിയൊരു ശക്തി നിറയുന്നു, നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു, ആത്മാവ് ഒരു കാം ആൻഡ് ക്വയറ്റ് ആവുന്നു, ഭയങ്കര റിലീവ് ആവുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യം, ഞാൻ പിന്നെ ഒന്നിനെയും പേടിക്കുന്നില്ല, ഒരു പേടി എനിക്കില്ലെന്ന് ഫൗസ്റ്റീനാമ്മ പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിത് വേണം. നിങ്ങൾ ഇന്ന് ബലിയർപ്പിക്കാൻ പോകാൻ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നാളെ നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ, നിങ്ങൾ വചനം വായിക്കുമ്പോൾ, ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ശരിക്കും ഈശോയുടെ അടുത്തിരിക്കുന്ന ഒരു സമാധാനം കിട്ടട്ടെ, ഈശോ അടുത്തിരിക്കുന്ന ഒരു ശക്തി കിട്ടട്ടെ. ഈശോ കൂടെയുള്ളപ്പോൾ സകല ഭയങ്ങളും മാറുന്ന ആ ഒരു ബോധ്യത്തിലോട്ട് വരട്ടെ. ഫൗസ്റ്റീനാമ്മ പറയുന്നുണ്ട്, എനിക്ക് ആകെ ഒറ്റ പേടിയുള്ളത്. ആ പേടി എന്താണെന്ന് അറിയാം? നമുക്ക് വേണ്ട ഒരു പേടി ഇതാണ്. പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പേടി നമുക്ക് വേണം. ഫൗസ്റ്റീനാമ്മ പറയാണ്, എൻ്റെ ഈശോയെ ഞാനെങ്ങാനും വേദനിപ്പിക്കേണ്ടി വരുമോ, അറിയാണ്ട് പോലും ഈശോയെ വേദനിപ്പിച്ചാലോ, അത് മാത്രമാണ് എൻ്റെ ഭയന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ കുഞ്ഞുങ്ങളാണ് നമ്മൾ. ഈശോയെ ഇങ്ങനെ കൈക്കുഞ്ഞായിട്ട്, ഉണ്ണീശോയെ കൈക്കുഞ്ഞായിട്ട് ഫൗസ്റ്റീനാമ്മയ്ക്ക് ഇങ്ങനെ കിട്ടി. നമുക്ക് അങ്ങനെയൊന്നും ചിലപ്പോൾ അത്ര വലിയൊരു മിസ്റ്റിക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായി കാണല്ലോ. പക്ഷേ നമ്മളെ ഇങ്ങനെ ഒരു കുഞ്ഞുവാവേനെ പോലെ ഈശോ നോക്കുന്നില്ലേ? അല്ലേ? ഉണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും വചനവായനയിലും ഒക്കെ ശരിക്കും ഈശോ അങ്ങനെ നമ്മളെ ഒരു കുഞ്ഞിനെ പോലെ എടുത്ത് നടക്കുന്നുണ്ട്. നമ്മളപ്പോഴും ടെൻഷൻ അടിക്കുന്നുണ്ട്, നമ്മളപ്പോഴും എന്തിനെയൊക്കെ പേടിച്ചിട്ടുണ്ട്, അപ്പോഴും നമ്മളെ അയ്യോ എൻ്റെ ഈശോയെ എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈശോ പറയാണ്, ഒന്നും തീർന്നിട്ടില്ല, നിനക്ക് ശക്തി നൽകാൻ ഞാനിവിടെ ഉണ്ട്, നിനക്ക് സമാധാനം നൽകാൻ, എൻ്റെ സമാധാനം തരാൻ ഞാനിവിടെ ഉണ്ട്, നിൻ്റെ സകല ഭയങ്ങളും എടുത്തു മാറ്റി കൂടെ ഞാനുണ്ടെന്ന്. ആകെ ഒറ്റ കാര്യം പേടിക്കേണ്ടതുള്ളൂ, ഒരു പാപം പോലും ചെയ്ത് ഈശോയെ വേദനിപ്പിക്കാൻ ഇടയാവില്ലേ എന്ന് മാത്രമേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫൗസ്റ്റീനാമ്മയ്ക്ക് കിട്ടിയ പോലെ ഒരു വലിയ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് നാളെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, നാളെ വചനം വായിക്കുമ്പോൾ
ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ നേരിട്ട് കാണാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.